പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെ തീപിടുത്തം. ശാസ്ത്രി ബ്രിഡ്ജിന് സമീപത്തെ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. അച്യുതനാണ് ചേരുന്നത് വിവരങ്ങളുമായി. അച്യുതൻ, എന്താണ് സംഭവിച്ചത്? വലിയ അപകടത്തിന് ഇടയാക്കിയേക്കാവുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. തീ നല്ലായി കാണുന്നു. ആളപായം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെയാണ് ഇപ്പോൾ ഒരു വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ആളപായം പോലുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഒരു ക്യാമ്പിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഈ വലിയ തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു വൻ തീപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തീ ഒരു ക്യാമ്പിൽ നിന്ന് പ്രദേശത്ത് തന്നെ മറ്റു ക്യാമ്പുകളിലേക്ക് കൂടി ഈ തീ പടർന്നിട്ടുണ്ട്. നിരവധി ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനായി ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ശാസ്ത്രി ബ്രിഡ്ജിന് സമീപത്തെ ക്യാമ്പിലാണ് ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടായത്. അതിപ്പോൾ മറ്റ് ക്യാമ്പുകളിലേക്ക് കൂടി ആ തീ പടർന്നിരിക്കുന്നു. ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങൾ, അതായത് ഫയർ എഞ്ചിനുകൾ അടക്കമുള്ളവ നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ആളപായം പോലുള്ളവ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനിടയാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ദ്രുതഗതിയിൽ തന്നെ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കാൻ കഴിയും. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ക്യാമ്പിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആ തീ മറ്റു ക്യാമ്പുകളിലേക്ക് കൂടി പടർന്നു എന്നുള്ളതാണ്. കാരണം ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച് തന്നെ നിരവധി ഭക്തർ പലയിടങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഭക്തർ കൂടി പ്രയാഗ്രാജിലേക്ക് എത്തിയൊരു സാഹചര്യമുണ്ട്. നിരവധി ക്യാമ്പുകൾ, ഇത്തരത്തിൽ താൽക്കാലികമായിട്ടുള്ള ടെന്റുകൾ നിരവധിയാണ് ഈ മഹാകുംഭമേളയോടനുബന്ധിച്ച പ്രയാഗ്രാജിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് പ്രതിസന്ധികൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉണ്ടാകാനുള്ള ഇടയുണ്ട്. കാരണം ഇവിടേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ അടക്കമുള്ളവ ഈ തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. പക്ഷേ നിലവിലിപ്പോൾ ഫയർ എഞ്ചിനുകൾ, അഗ്നിരക്ഷാസേന ഇവിടെ എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുവരെ ആളപായമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ നാശനഷ്ടങ്ങളോ ഇതുവരെയും അത്തരം വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പ്രാഥമികമായി ലഭിക്കുന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഇത്തരമൊരു തീപിടുത്തത്തിലേക്ക് വഴിവെച്ചത് എന്ന വിവരം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപെയാണ് ഈ ഒരു തീപിടുത്തം ഇപ്പോൾ മഹാകുംഭമേളയ്ക്കിടെ ഉണ്ടായിരിക്കുന്നത്. സ്മിത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ കണക്ക് പോലും എടുക്കാൻ പറ്റാത്ത അത്ര ആളുകൾ തിക്കി തിരക്കി എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ തീപിടുത്തത്തെ തുടർന്ന് ഇവിടെ നിന്ന് ആളുകളെ എല്ലാം മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടത്തി വരുന്നു നിലവിൽ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ കുംഭമേളയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഒപ്പം തന്നെ തീർത്ഥാടകർക്ക് ആവശ്യമായ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ, അത് ഡ്രോണുകൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ നേരത്തെ മുതൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ആളുകളുടെ നിരീക്ഷിക്കുന്ന മറ്റ് സുരക്ഷ വിലയിരുത്തുന്നതിനുമായുള്ള പ്രത്യേക ടവറുകൾ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും അടക്കമുള്ള സർവ്വസന്നാഹങ്ങളും ഈ കുംഭമേള പ്രദേശത്ത് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അതിവേഗം തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ലഭ്യമായിട്ടില്ല. അത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ ഒരു പ്രതികരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഈ കുംഭമേളയിൽ ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ, അപകട സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ചും 45 കോടി ആളുകളെയാണ് ഈ കുംഭമേളയുടെ 45 ദിവസത്തിനകം ഈ സ്നാനത്തിനായി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നത്. അത് കണക്കാക്കിക്കൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു മേള ആരംഭിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട്.
അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ടെന്റിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത്. ടെന്റിലേക്ക് തീ പടരാനും അത് സമീപത്തുള്ള മറ്റ് ടെന്റുകളിലേക്ക് പടരുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കൂടുതൽ പടരുന്നത് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ, അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീ അണയ്ക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ കാരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം അടക്കമുള്ള വിവരങ്ങൾ അധികൃതരിൽ നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം, മഹാകുംഭമേള എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നാനാ ദിക്കുകളിൽ നിന്ന് ഒരുപാട് പേർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഈ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ അത് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് വലിയ തരത്തിൽ ഈ തീ വ്യാപിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വലിയൊരു ദുരന്തം ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബൽറാം, തീർച്ചയായും അത്തരത്തിൽ ഒരു വലിയ അപകടം, ആളപായമോ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കുംഭമേള എന്നുള്ളത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള സന്യാസി സമൂഹങ്ങൾ, ഒപ്പം തന്നെ തീർത്ഥാടകർ, വിശ്വാസികൾ എല്ലാം തന്നെ എത്തുന്ന ഒരു സംഗമ ഭൂമിയാണ്. ഈ സ്നാനത്തിനായി ഈ മാത്രം വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത് കണക്കാക്കിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുംഭമേളയുടെ ഭരണപരമായ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിനായി മഹാകുംഭ പ്രദേശം ഒരു ജില്ലയായി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും അതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ നിയോഗിക്കുകയും മറ്റ് ഉദ്യോഗസ്ഥ സംഘത്തെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷയൊരുക്കുന്നതിനായി 1.5 ലക്ഷത്തോളം പോലീസുകാരെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ജലത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിനാവശ്യമായ പ്രത്യേക സംഘത്തെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങൾ അടക്കമുള്ളവരെ ഈ പ്രദേശത്ത് നിലവിൽ തന്നെയുണ്ട്. കൂടാതെ ഇത്തരം സാഹചര്യങ്ങൾ, അഗ്നിബാധ അടക്കമുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള സൗകര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട്. ഇവ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു അപകടം തന്നെയാണ് ഈ മഹാകുംഭ പ്രദേശത്ത് ഇന്ന് നടന്നത്. അല്പസമയം മുമ്പാണ് ഒരു ടെന്റിൽ പാചകത്തിനായി ഉപയോഗിക്കുകയായിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരം എന്നുള്ളത്. ഈ ഇത്തരത്തിലൊരു സിലിണ്ടർ പൊട്ടിയുണ്ടായ അപകടം തീ ആയതുകൊണ്ട് തന്നെ അതിവേഗം ഇത് ഏറ്റവും അധികം മനുഷ്യർ എത്തുന്ന ഒരു മേള എന്നാണല്ലോ പറയുന്നത്. 40 കോടി പേർ, അതായത് റഷ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേര് അവിടെ ഒത്തുകൂടുകയാണ്. മാത്രവുമല്ല, ഈ തീർത്ഥാടകർ കഴിഞ്ഞുകൂടുന്നത് ടെന്റുകളിലാണ്. ടെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് എളുപ്പം തീപിടിക്കാവുന്ന വസ്തുക്കൾ കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ തീ വ്യാപിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ പ്രഥമമായി ചെയ്യുന്നത്. അങ്ങനെ തന്നെയല്ലേ അവിടെ ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായും ക്രിസ്റ്റീന, ഈ ടെന്റുകൾ എന്നുള്ളത് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി താമസ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയതാണ്. സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്ന തരത്തിലും ക്രമീകരിക്കാനും കഴിയുന്ന തരത്തിൽ ഇത് പ്ലാസ്റ്റിക് അടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ എളുപ്പം തീ പിടിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ടെന്റ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 1.5 ലക്ഷത്തോളം ഇത്തരത്തിലുള്ള ടെന്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് തീർത്ഥാടകരുടെ താമസ സൗകര്യത്തിനായി സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ തീ ടെന്റുകളിൽ ാണ് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10,000 ഏക്കറിലാണ് ഈ നഗർ ഉണ്ടാക്കിയിട്ടുള്ളത്. കുംഭമേള നഗർ താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന്റെ വ്യാപ്തി അത് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് കുറയ്ക്കുക, എത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുക, അതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.